రసమైనా കള്ളൂടിയൻ ആദ്യമായിട്ടൊരു പെണ്ണിന്റെ മുറി കയറി വരുന്നത് ഇങ്ങനാണോ? നീയും ഈ ലഹരിയും കൂടെ ആവുമ്പോ ഈ രാത്രി പുലരുന്ന ഞാൻ അറിയില്ല. അംബിക എഴുന്നേറ്റ് വരുവോ? അവള് നല്ല ഉറക്കത്തിലാ. ഇതാ, ഈ ലഹരി ഇഷ്ടമാണെങ്കിൽ ഞാൻ എതിർക്കില്ല. സത്യം. വേണുവിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ എതിര് നിൽക്കില്ല. നിനക്കെന്തത്രയ്ക്ക് നാണം? നാണിക്കാതെ പിന്നെ. ആദ്യമായിട്ടാ ഒരാണിന്റെ ഒപ്പം ഇത്ര അടുത്തിരിക്കുന്നെ. ഇനി ഞാൻ വേണുവിനെ ആർക്കും വിട്ടുകൊടുക്കില്ല, അംബികയ്ക്ക് പോലും. അംബികയുടെ കാര്യം വലിയ കഷ്ടത്തിലാ മനസ്സേ. ആ വേണുഗോപൻ ദേഷ്യം മുഴുവൻ തീർക്കുന്ന അവളോടാ. നല്ല ചുട്ട പിടകിട്ടാത്തന്റെ കുഴപ്പാ. നാണം കെട്ടവനാ. തല്ലിയാലും കുത്തിയാലും ഒന്നും നന്നാവില്ല. എല്ലാം തന്ത കാണിച്ചു കൊടുത്ത വഴിയാ. ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ് അവളൊരു പരാതി കൊടുത്തല്ലേ തന്തയും മോനും അഴിയുണ്ടോ? അതിനാ പെണ്ണിന് ധൈര്യം വേണ്ടേ? വേറൊരുത്ത് വീട്ടിൽ കയറി വന്നിട്ട് അതിനെ നിറക്കി വിടാനുള്ള ധൈര്യം പോലും കാണിച്ചില്ല അവള്. അതിനിപ്പോ എവിടെ ചെന്ന് അവസാനിക്കോ? രാവിലെ എഴുന്നേറ്റ് വന്ന് അടുക്കളയിൽ കയറുന്ന എന്തിനാ? ഞാൻ ഇവിടെ ഇല്ലേ? നീ ഇവിടെ വരുന്നതിന് മുമ്പും അടുക്കളയിൽ ഇതുപോലെ ജോലി ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തോണ്ടിരുന്നത് ഞാനാ. അത് ഞാൻ വരുന്നതിന് മുൻപല്ലേ? ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇങ്ങെടുക്കമ്മേ. വേണോട്ട് രാവിലെ പോയോ? ഇല്ല, താഴേക്കിറങ്ങി വന്നില്ല. പിന്നെ എവിടെ പോയി? മുറിയിലില്ലല്ലോ. മുറിയിലില്ലേ? ഇങ്ങോട്ട് വന്നില്ല. ഗീതു, മോളെ ഗീതു. അവനെന്തി? പാവം ഉറങ്ങിപ്പോയി.
ഉറങ്ങിപ്പോയി, വിളിക്കാൻ തോന്നിയില്ല. വേണു എഴുന്നേക്കടാ. വേണു എഴുന്നേക്കാൻ. കുഴപ്പമാവൂ. ഇവിടെ കിടന്ന് ഉറങ്ങിയുള്ള കഴുതേ നീ തെളിവോടെ പിടി കൊടുത്തില്ലടാ നീ. പക്ഷെ ഞാനിവിടെ ഇന്നലെ രാത്രി മുഴുവൻ ഈ മുറിയിലായിരുന്നു ഇയാളല്ലേ? നിന്റെ കിടക്കയിലായിരുന്നല്ലേ? വേണുവിന് ഒരേ നിർബന്ധം, ഞാൻ എന്ത് ചെയ്യാനാ? തൊട്ടുപോകരുതവളെ. എന്ത് ധൈര്യത്തിലടി നീ ഇവക്ക് നേരെ കൈ ഉയർത്തിയത്? പിന്നെ ഇവക്ക് എന്നെ തല്ലാവോ? തല്ല. നിന്നെ വേണമെങ്കിൽ കൊല്ല ഇവക്ക്. ഒരു ഭാര്യയുടെ നെഞ്ചു പടഞ്ഞ് കരച്ചില്ല നിന്റെ ചെകിട്ടത്ത് വന്നു വീണത്. നീ എന്റെ വയറ്റിൽ തന്നെ പിറന്നാണോ അവിടെ നാണം കെട്ടവനെ? വയറ്റി വെച്ച് നിന്നെ ഞാൻ കൊന്നു കളഞ്ഞെങ്കിൽ ഇത്ര അവമാനം സഹിക്കേണ്ടി വരില്ലായിരുന്നു. നിക്കവിടെ. ഈ ആഭാസത്തിന് കൂട്ടുന്ന നിങ്ങളാ. സത്യത്തിൽ ആരാ നിങ്ങൾ ഇവന്റെ? അത് നിനക്കല്ലേ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നേ. ജന്മം കൊടുത്തൊഴിച്ചാൽ ഒരു അച്ഛനെന്ന് പറയാനുള്ള എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? മകനെ കള്ളു കുടിക്കാനും പെണ്ണു പിടിക്കാനും പഠിപ്പിക്കുന്ന ഒരു ദല്ലാളല്ലേ നിങ്ങള്? നീ അനാവശ്യം പറയരുത്. എന്നോട് ചോദിച്ചിട്ടല്ലേ അവൻ ഈ പോക്കൃതരൊക്കെ കാണിച്ചത്. അതിന് ഞാനെന്ത് ചെയ്യുന്ന? കുപ്പിക്കൊന്നും അടിക്കില്ലേ സാവിത്രി? നല്ല സാധനത്തോണ്ടാ ചിലപ്പോ അവന്റെ കണ്ണടഞ്ഞു പോവും. ചാകട്ടെ. എന്തിനാ ഇവൻ ജീവിച്ചിരിക്കുന്നത്? എനിക്ക് ഇങ്ങനെ ഒരു തന്റെ മകനെ കാണണ്ട. ഇവിടെ കിടന്നുറങ്ങാൻ നിന്നോട് ആരാടാ പറഞ്ഞേ? വിവരം വേണ്ടേ അതിന്? ഉറങ്ങിപ്പോയച്ച ഒരു കണക്കിന് നന്നായി. ചിലപ്പോ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അമ്പിയെ ഇവിടെ നിന്ന് പൊക്കോളൂ. എന്നാലും ഞാൻ പറഞ്ഞു തന്ന ബുദ്ധി കൊണ്ട് നീ ഉടനെ പ്രവർത്തിച്ചല്ലോടാ. എന്റെ മോത്ത് എന്നെ നീ. അർദ്ധരാത്രിയിൽ അന്യപെണ്ണിന്റെ മുറി തേടി പോകുന്നവൻ വെറുക്കപ്പെടേണ്ടവനാ. അവന്റെ പ്രവൃത്തി കണ്ട് കണ്ണീരൊഴുക്കരുത്. അപമാനിക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇവിടെ ജീവിച്ചത്. പക്ഷെ ഇത്രയും കരുതിയില്ല. ഒരു പെണ്ണ് സഹിക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ നടന്നത്. നിനക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. അവന്റെ പേരിൽ കേസ് കൊടുത്താൽ പോലും അമ്മ നിന്റെ കൂടെ ഉണ്ടാവും. ഏത് കോടതിയിലും വന്ന് സാക്ഷി പറയാം. കേസും കോടതിയും ഒന്നും വേണ്ട. ഞാനായിട്ട് ആരും ദ്രോഹിക്കില്ല. അവന്റെ കൂടെ സന്തോഷത്തോടെ ഇനിയും ജീവിക്കാമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ല. ഇത്രയും കാലം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനി അതില്ല. ഭർത്താവിന്റെ അമ്മയായിട്ടല്ല, സ്വന്തം അമ്മയെ പോലെ ഞാൻ പറയാ. നിനക്കൊരു ജീവിതം വേണം. പ്രായം കുറവാ നിനക്ക്. ഇനിയും ഉണ്ടാവും ഒരു നല്ല ഭാവി. എന്റെ മകന്റെ കൂടെ ജീവിച്ച ആ ഭാവി ഇല്ലാതാകും. നിനക്കൊരു നല്ല ജീവിതം ഇല്ലാതാവും. അമ്മ ഇതിൽ കൂടുതൽ പറയണോ?
എന്തുപറ്റി? കരയാണോ നീ? ഏട്ടനൊന്ന് ഇവിടം വരെ വരണം. എനിക്കിനി വയ്യ. എന്തു പറ്റിയെന്ന് പറ. ഇങ്ങനെ കരയാൻ മാത്രം കാര്യം എന്താന്ന് പറ. ഏട്ടൻ ഇങ്ങ് വന്നേ പറ്റൂ. നീ കരയാതെ, ഞാൻ വരാം. അമ്മ എന്തിനാ കരയുന്നേ? അമ്മ ആരാ വഴക്കിറങ്ങിയേ? ഗീതു ആന്റിയാണോ? ആരും വഴക്ക് പറഞ്ഞില്ല അമ്മേ. അമ്മയുടെ കണ്ണിലെ പൊടി പോയതാ. മോൾ ഇവിടെ ഇരുന്ന് കളിച്ചോട്ടോ. അമ്മ കുറച്ചു കഴിഞ്ഞ് വരാം. മോള് പുറത്തേക്ക് വരണ്ടാട്ടോ. അതെന്താ അമ്മേ? എല്ലാവർക്കും ദേഷ്യം വന്നിരിക്കുക ഇവിടെ. ചിലപ്പോ വഴക്കു പറയും. കളിച്ചു. എന്തായാലും വല്ലാത്തൊരു ജീവന അവളുടെ വയറ്റി വളരുന്നത്. ഇത്രയും വലിയ വീഴ്ച അവള് വീണിട്ടും അതിനൊന്നും സംഭവിച്ചിട്ടില്ല. ചില ജന്മങ്ങൾ അങ്ങനെയാ. കൊല്ലാൻ ശ്രമിച്ചാലും ചാവില്ല. മാർക്കണ്ഡേയനെ പോലെ കാല കയറിട്ട് വിളിച്ചാലും ആയുസ് ബാക്കി നിൽക്കും. അതുകൊണ്ട് അന്യന്റെ കുഞ്ഞിനെ നമ്മൾ വളർത്തണോ? അത് അച്ഛാന്നോ അമ്മായി എന്നൊക്കെ വിളിച്ച് ഇവിടെ കൂടെ ഓടി നടക്കണോ? എന്നല്ല ഞാൻ പറഞ്ഞത്. വേറെ പോംവഴി വേണ്ടേ? കാണും. കളപ്പുരയ്ക്കൽ ഹരിശങ്കറിന്റെ കുഞ്ഞിനെ വളർത്തേണ്ട ഗതിയോടൊന്നും നമുക്കില്ല. ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട അവനല്ലേ? അവന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. ഒരു ജീവിതം ഉണ്ടാവണമെന്നും ഭർത്താവും കുട്ടികളും ഒക്കെ വേണമെന്നും എല്ലാ പെണ്ണുങ്ങളെയും പോലെ ഞാനും മോഹിച്ചു നടന്നൊരു കാലമുണ്ട്. പക്ഷെ അന്നൊക്കെ ആഗ്രഹങ്ങളും മോഹങ്ങളും മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിയത് അവന് വേണ്ടിയാ. മുത്തശ്ശനറിയാലോ, തള്ളയും തന്തി ഒരു പോക്ക് പോയി കഴിഞ്ഞപ്പോ അനിയന് വേണ്ടി മാത്രം ജീവിച്ചവളാ ഞാൻ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. വിഷമിക്കും. തന്നിഷ്ടം പോലെ അവൻ നടന്ന നെഞ്ചു പൊട്ടിക്കരയും ഞാൻ. പക്ഷേ ആ കരച്ചിലൊരു അവസാനം ഉണ്ടാവും. അത് മരണത്തിൽ ചെന്ന് കലാശിക്കും. എന്റെ അല്ല, മൈനയുടെ ആ കരച്ചിലൊരു അവസാനം ഉണ്ടാവും. അത് മരണത്തിൽ ചെന്ന് കലാശിക്കും. എന്റെ അല്ല, മൈനയുടെ. അല്ലാതെ ഹരിശങ്കറിന്റെ കുഞ്ഞിനെയും കൊണ്ട് അവൾ ഇവിടെ ജീവിക്കില്ല. വരട്ടെ, അവനിങ്ങ് വരട്ടെ മോളെ. നീ പറഞ്ഞ പോലെ സ്നേഹത്തോടു കൂടി നമുക്ക് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. വരട്ടെ. എന്താ പറ്റിയേ? എന്നെ ചതിക്കുവായിട്ട വേണുവേട്ടൻ എന്നെ ചതിക്കുക. എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യുന്നൊരു നിശ്ചയമില്ല. നീ എന്താ കാര്യമൊന്ന് പറ. രാത്രി മുഴുവൻ ഈ മുറിയിലായിരുന്നു ഇയാളല്ലേ? നിന്റെ കിടക്കയിലായിരുന്നു അല്ലേ? വേണുവിന് ഒരേ നിർബന്ധം. ഞാൻ എന്ത് ചെയ്യാനാ? നീ ഇവിടെ നിൽക്കണ്ട. നിന്നെ ഏട്ടൻ കൊണ്ടുപോയിക്കോളാം. എന്താ സംഭവിച്ചത്? നിന്നെ ഇവിടെ വിളിച്ചു വരുത്താൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ വന്നപ്പോ നിന്നോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാ ഈ അടുത്താത്ത ബന്ധങ്ങളിൽ നിന്നൊക്കെ പിന്തിരിയാൻ. എന്നെ പഠിപ്പിക്കാനും പിന്തിരിപ്പിക്കാനും നീ ഇങ്ങോട്ട് വരണ്ട. ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും. അങ്ങനെ തോന്നിയ പോലെ ജീവിക്കാൻ വിടില്ല വേണു നിന്നെ ഞാൻ. നീ എന്റെ പെങ്ങളുടെ ഭർത്താവായിരിക്കുന്നിടത്തോളം കാലം നിന്റെ പുറകെ നിഴല് പോലെ ഞാൻ ഉണ്ടാവും.
നിന്റെ അനിയത്തിയുടെ ഭർത്താവായിരിക്കാൻ ഒരാഗ്രഹമില്ല എനിക്ക്. വിളിച്ചോണ്ട് പോയിക്കോടാ. കൊണ്ടുപോകും, പക്ഷേ പിന്നെ നീ ഇവിടെ ജീവിക്കില്ല. ജീവിപ്പിക്കില്ല നിന്നെ ഞാൻ. അച്ഛൻ മാറിക്ക്. ഇവനെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങോട്ട് ചെയ്യട്ടെ. പിന്നെ ചെയ്യും. വീട് കയറി ആക്രമിച്ചാൽ ഞാൻ പോലീസിനെ വിളിക്കാം. വിളിക്ക്, പോലീസിനെ വിളിക്ക്. അംബിക ഇറങ്ങി വന്ന് ഈ ഗാർഹിക പീഡനത്തെ കുറിച്ച് ഒരു പരാതി തന്നാലുണ്ടല്ലോ, അച്ഛനെയും മകനെയും കൂടെ കയ്യാമ വെച്ചങ്ങ് കൊണ്ടുപോകും പോലീസുകാര്. എന്താ കാണണോ? എന്റെ മോനൊരു അബദ്ധം പറ്റി. അത് സഹിക്കാൻ പറ്റെങ്കിൽ നീ നിന്റെ പെങ്ങളെ വിളിച്ചോണ്ട് പോവാം. പക്ഷേ അതൊന്നും തീരില്ല. ഞാൻ ചെന്ന് വിളിക്കും. അവളെങ്ങാൻ എന്റെ കൂടെ വരാൻ തയ്യാറായ പിന്നെ അത് കഴിഞ്ഞാ നമ്മൾ തമ്മിലുള്ള കളി തുടങ്ങാൻ പോകുന്നത്. കുഴപ്പവച്ച എന്തു കുഴപ്പം? ഇപ്പൊ നമ്മൾ പേടിച്ച ജീവിതകാലം മുഴുവൻ നമ്മൾ അവനെ പേടിച്ചിരിക്കേണ്ടി വരും. എന്തു വന്നാലും നോക്കാവടാ. എനിക്ക് നിന്നോട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. നിന്റെ ജീവിതം എങ്ങനെ വേണോ തീരുമാനിച്ചത് നീയാ. അതുകൊണ്ട് എപ്പോഴും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ഞാൻ എന്ത് ചെയ്യൂ ഏട്ടാ? ഇങ്ങനൊരു അവസ്ഥ വന്നു പോയില്ലേ? വന്ന അവസ്ഥയൊക്കെ വന്നു പോയതാ. അതിനെ മാറ്റാനൊന്നും പറ്റില്ല. ജീവിതത്തില് ഞാൻ വിഷമിച്ചിട്ടുള്ളത് നിന്നെ കുറിച്ച് ഓർത്ത് മാത്രം. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത രീതിയിൽ എന്റെ ജീവിതം പോകാത്തതും നീ കാരണമാ. അതൊക്കെ പോട്ടെ. കഴിഞ്ഞു പോയ അധ്യായങ്ങൾ മറച്ചു നോക്കി സങ്കടപ്പെടാനുള്ളതൊന്നുമല്ല. ഇനി നീ തീരുമാനിക്കേ. ഇങ്ങനെ ഒരു വ്യക്തിത്വം ഇല്ലാത്തവന്റെ കൂടെ ഒരു ജന്മം ജീവിച്ച് തീർക്കണോ, അതോ ഈ താരി അഴിച്ചു വെച്ച് സ്വതന്ത്രമായി സ്വന്തം കാലിൽ നിൽക്കണോ? തീരുമാനം നിന്റേതാ. ഇങ്ങനെ ഒരു വ്യക്തിത്വം ഇല്ലാത്തവന്റെ കൂടെ ഒരു ജന്മം ജീവിച്ച് തീർക്കണോ, അതോ ഈ താരി അഴിച്ചു വെച്ച് സ്വതന്ത്രമായി സ്വന്തം കാലിൽ നിൽക്കണോ? തീരുമാനം നിന്റേതാ. അംബികയെ, ഒരിക്കലും നിന്റെ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് നടന്നതാ ഞാൻ. അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി സമയമുണ്ട്. എന്ത് വേണമെന്ന് നീ തീരുമാനിക്കേ. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഏട്ടാ. എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് ഇറങ്ങണമെന്നുണ്ട് എനിക്ക്. അതിനുവേണ്ടി ഇവിടെ എല്ലാരും ശ്രമിക്കുന്നത്. പക്ഷേ എന്റെ മോളെ കുറിച്ച് ഓർക്കുമ്പോ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ എന്നേക്കുമായി അവൾക്ക് അവളുടെ അച്ഛനെ നഷ്ടപ്പെടും. എനിക്കറിയില്ല അംബികെ നീ പറയുന്നതിന്റെ ഒന്നും അർത്ഥം. ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനെന്ന് പറയുന്നത് ഒരു മഹാസംഭവമൊന്നുമല്ല. അച്ഛനും അമ്മയ്ക്കൊക്കെ ഓരോ കടമയുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ആ സ്ഥാനപ്പേരുകൊണ്ടൊരു കാര്യമില്ല. നീ ശരിക്കും ആലോചിച്ച് തീരുമാനിക്കേ. എന്ത് തീരുമാനമായാലും ഒറ്റപ്പെടുമെന്നുള്ള പേടി വേണ്ട, ഞാനുണ്ടാവും. സ്ത്രീകളോട് പൊതുവെ മാന്യമായിട്ട് സംസാരിച്ച് മാന്യമായിട്ട് പെരുമാറിയിട്ടേ ഞാൻ ശീലിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിന്നോടും കടുത്ത വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഒരൊറ്റ ചോദ്യം മാത്രം. കുടുംബത്തിൽ പിറന്നു തന്നെയാണോ നീ? എന്റെ അത്ര കുടുംബ മഹിമയൊന്നും 7 ജന്മം ജനിച്ചാലും നിങ്ങൾക്കുണ്ടാവില്ല. ഇതാണോ മഹിമ? ഭാര്യയും കുട്ടിയുള്ള ഒരാളുടെ കൂടെ പൊറുക്കുന്നതാണോ കുടുംബ മഹിമ? സി മിസ്റ്റർ, വേണുഗോപനെ ഞാൻ തട്ടിയെടുത്തതൊന്നുമല്ല. ഞങ്ങൾ ചെറുപ്പം മുതലേ സ്നേഹത്തിലാണ്. അതിപ്പോഴും തുടരുന്നു. അതിന് അംബികയും കുഞ്ഞും ഒന്നും ഒരു തടസ്സവും ആവില്ല. ഈ പറഞ്ഞതിന് വ്യഭിചാരം എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സഭ്യമായി ഒരു വാക്ക് പോലും നിന്നോട് പറയാൻ കൊള്ളില്ല. അത്രയ്ക്ക് തരം താണ പെണ്ണാ നീ. കല്യാണം കഴിക്കാമെന്ന് വാക്കു കൊടുത്തപ്പോഴേക്കും വേണുഗോപന്റെ കൂടെ കയറി കിടന്ന തന്റെ പെങ്ങൾ അത്രയും തരം താഴ്ന്നു പോയിട്ടില്ല ഞാൻ. ജീവിതത്തിൽ ഒരാളെ എന്റെ അനിയത്തി സ്നേഹിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ആ ഒരാളെ അവളുടെ മനസ്സിലുള്ളൂ.
വേണുഗോപൻ മാത്രം. ഞാനും ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. ആ ഒരാളെ എന്റെയും മനസ്സിലുള്ളൂ, വേണുഗോപൻ. അംബികയോട് വെറുതെ എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ടെന്ന് പറ, തോറ്റുപോകും. നീ ഇങ്ങനെ പറയുന്നത് പോലെ തോൽപ്പിച്ച് നേടാൻ മാത്രം അത്ര വലിയ മനുഷ്യനൊന്നും അല്ല വേണുഗോപൻ. ഒരു കുട്ടിയായി പോയതിന്റെ ഗതികേട്. അല്ലെങ്കിലേ വിളിച്ചോണ്ട് പോയനെ ഞാൻ എന്റെ പെങ്ങളെ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇതിനൊരു അവസാനം ഉണ്ടാവും. സത്യം. നിന്റെ നാശം കൊണ്ട് ഇത് അവസാനിക്കും.